സംശയങ്ങളുമാണ് പറഞ്ഞത്. അല്ലാതെ ഇതിനെപ്പറ്റി എന്തിനാണ് രാജി? അല്ല, ഇപ്പൊ രാജിവെച്ചപ്പോഴും ഇങ്ങനൊരു സാഹചര്യം വന്നപ്പോൾ അത് ജനറൽ ബോഡിയെ വിളിച്ച് ചേർത്തതിന് ശേഷം നമുക്കിപ്പം ഈ ഒരു പുതിയ ഒരാളെ എടുക്കണം. ഇപ്പം ഈ പറയുന്ന സിദ്ദിഖ രാജിവെച്ചു, അല്ലെങ്കിൽ വെച്ചുപോയി, ആ ഒരുവിലേക്ക് നമ്മൾ പുതിയ ആളെ എടുക്കണം. നമ്മുടെ ബൈലോ പ്രകാരം നമ്മൾ ഒരാളെ തിരഞ്ഞെടുക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ഈ തരത്തിലുള്ള കുറേ കൺഫ്യൂഷൻസ് വന്നപ്പോൾ നമുക്ക് ജനറൽ ബോഡിയെ ഫേസ് ചെയ്ത് ജനറൽ ബോഡി തന്നെ തീരുമാനിക്കട്ടെ എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് പോയതുകൊണ്ടാണ്. പിന്നെ ആ ഒരു തീരുമാനത്തിലാണ് ഇങ്ങനെ ഒരു അഭിപ്രായം നമ്മളോട് സംസാരിച്ചത്. അല്ല, ജനറൽ ബോഡി വിളിക്കണം. കാരണം ഇപ്പോൾ പെട്ടെന്നൊരു ജനറൽ ബോഡി വിളിക്കാൻ പറ്റില്ല. കാരണം നമ്മുടെ അല്ല, ഞാൻ പറഞ്ഞത് ജനറൽ ബോഡി ഇപ്പം ഇന്ന് പറഞ്ഞിട്ട് നാളെ എനിക്ക് ജനറൽ ബോഡി അല്ലെങ്കിൽ നമ്മുടെ ഇപ്പം കമ്മിറ്റി പറയണം നാളെ ജനറൽ ബോഡി എന്ന് പറഞ്ഞാൽ നമുക്കത് പറ്റില്ല. കാരണം പല അംഗങ്ങളെല്ലാം പല സ്ഥലത്താണുള്ളത്. ഈ ഒരു ശരിക്കും നമ്മൾ അമ്മയുടെ ഒരു ജനറൽ ബോഡി എല്ലാ വർഷവും ജൂണിലെ അവസാന ഞായറാഴ്ച എന്നുള്ളത് വർഷങ്ങളായിട്ട് ഇപ്പം 30 വർഷങ്ങളായിട്ട് ഈ ഒരു കാര്യം ആ ഒരു ഡേറ്റാണ് ഫോളോ ചെയ്യുന്നത്. കാരണം അന്നത്തേക്ക് വരാൻ വേണ്ടി സത്യം പറഞ്ഞാൽ ആ യാത്രയിൽ പല മെമ്പേഴ്സ് നമ്മൾ പറയുന്നത് ഈ ഒരു യാത്ര എന്ന് പറയുന്നത് അവർക്കൊരു കുടുംബസംഗമം പോലെയാണ്. എല്ലാവരെയും ഒരുമിച്ച് കാണാൻ, എല്ലാവരോടും സംസാരിക്കുക, വിഷമങ്ങൾ പങ്കുവെക്കുക, ഈ ഒരു രീതിയാണ് ഇൻഡസ്ട്രിയിലെ ഏറ്റവും വലിയ ഒരു കുറ്റകൃത്യം. അത് വിവരിക്കുന്ന ഒരു കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷവും നിങ്ങൾ റിഹേഴ്സലിലും പരിപാടി നടത്തിപ്പിലും ഒക്കെ ആയിരുന്നു. അതൊക്കെ നടക്കണം. മഴവിലഴകിൽ അമ്മ എന്ന പരിപാടിയൊക്കെ ഭംഗിയായി തന്നെ നടക്കണം. പക്ഷേ അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടിയിരുന്ന കാര്യം, ഈ വാർത്താ സമ്മേളനം നടത്തുന്നു, അപ്പോഴും ഇരയ്ക്കൊപ്പം നിൽക്കുന്നു എന്നുള്ള ഒരു പ്രഖ്യാപനമല്ല, ഉറച്ച പ്രഖ്യാപനമല്ല അവിടെ കാണുന്നത്. പല കാര്യങ്ങൾ എൻ്റെ വാതിലിൽ മുട്ടിയിട്ടില്ല, അതുകൊണ്ട് അങ്ങനെ ഒരു സംഭവമില്ല, എനിക്കതേക്കുറിച്ച് അറിയില്ല എന്നൊക്കെ പറയുന്ന ജോമോളെയാണ് നമ്മൾ ആ വാർത്താ സമ്മേളനത്തിൽ, താങ്കൾ ഇരുന്ന വാർത്താ സമ്മേളനത്തിൽ കണ്ടത്. അതിനുശേഷം ഈ രാജി എന്ന് പറയുന്നത് പ്രതികരണത്തിൽ നിന്ന് ഒളിച്ചോടാനാണെന്ന് പറയുന്നു. അതിൽ എങ്ങനെയാണ് തെറ്റ് പറയാൻ കഴിയുക? പ്രസിഡന്റ് പ്രതികരിച്ചിട്ടില്ല. സിദ്ദിഖിന്റെ രാജിക്ക് ശേഷം പ്രസിഡന്റ് അല്ലേ പ്രതികരിക്കേണ്ടത്? അദ്ദേഹം മിണ്ടിയില്ലല്ലോ. അല്ല, പ്രതികരണമില്ല എന്നല്ല, നമ്മളത് എല്ലാവരും സംസാരിച്ച് എല്ലാവരും തീരുമാനിച്ചൊരു കാര്യം നമ്മുടെ ജനറൽ ബോഡിയിൽ അത് സംസാരിക്കുക എന്നുള്ളതാണ്. ഒരു സംഘടനയിൽ ഒരു കമ്മിറ്റി ഇരിക്കുമ്പം, എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഇരിക്കുമ്പോൾ അവർക്ക് ഇങ്ങനെ ഒരു കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും, നമ്മളിപ്പോൾ രാജിവെച്ച സ്ഥിതിക്കായാലും പോലും നമ്മൾ ജനറൽ ബോഡിയെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമുണ്ട് ഒരു 2 മാസത്തിനകത്ത്. കാരണം ഇവരെല്ലാം വിളിച്ചു ചേർക്കണം, എല്ലാവരെയും കൃത്യമായി എത്തിക്കണം, ഇതിൻ്റെ കുറച്ച് പ്രൊസീജിയറാണ്. അപ്പോൾ ഇതെല്ലാം ചെയ്ത് നമ്മൾ ചേർക്കുമ്പോൾ ആ ജനറൽ ബോഡിയിലാണ് നമ്മൾ ഇതിൻ്റെ ഒരു അഭിപ്രായം പറയേണ്ടതും അവിടെ നിന്നാണ് ഒരു സംഘടനയുടെ അഭിപ്രായമായിട്ട് ഇത് വരേണ്ടതും. എനിക്ക് തോന്നുന്നത് അതാണ്. കാരണം എനിക്ക് അതിൻ്റെ കറക്റ്റ് നിയമവശങ്ങളെക്കുറിച്ച് അറിയില്ല. പക്ഷേ ഒരു മെമ്പർ എന്ന രീതിയിലും എല്ലാവരുടെയും, നമ്മളുടെ അമ്മയിലെ എല്ലാ മെമ്പേഴ്സിൻ്റെയും അഭിപ്രായങ്ങളും അവരുടെ നിർദ്ദേശങ്ങളും എല്ലാം നമ്മൾ ഈ ഒരു പ്രശ്നങ്ങളും എല്ലാം സംസാരിക്കേണ്ടതാണ്. കാരണം ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരികയും ഈ തരത്തിലുള്ള ആരോപണങ്ങൾ വരികയും സത്യം പറഞ്ഞാൽ ഒരു വ്യക്തി എന്ന രീതിയിൽ ഒരുപാട് വിഷമമുണ്ടാക്കുന്നതും ഒരുപാട് കൺസേൺ ഉണ്ട്. കാരണം ഇതിൽ സത്യം ഏതാണ് കള്ളം ഏതാണെന്ന് മനസ്സിലാവുന്നില്ല. അതിന് കൃത്യമായ നിയമ സംവിധാനത്തിലൂടെ ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകണം. അങ്ങനെ തന്നെയാണ് വേണ്ടത്. കാരണം നമുക്ക് നിയമമുണ്ട്, നമുക്ക് കോടതിയുണ്ട്, നമുക്ക് സർക്കാരുണ്ട്. ഇവരെല്ലാവരും കൃത്യമായിട്ട് ഈ ഒരു കാര്യങ്ങളിൽ ശ്രീ വിനുമോഹൻ, താങ്കൾ കുറ്റമൊന്നും ചെയ്തിട്ടില്ലല്ലോ, എന്തിനാണ് താങ്കൾ രാജിവെച്ചത്? അല്ല, കമ്മിറ്റി രാജിവെച്ചതും അതുമായിട്ടുമല്ല. ഇപ്പം ഒരു കമ്മിറ്റിയിൽ കൃത്യമായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വന്നു. ഈ പലരും ആശങ്കകൾ വിളിച്ച് സംസാരിക്കുന്നു, പല രീതിയിൽ വരുന്നുണ്ട്. ഒരു കമ്മിറ്റിയിൽ നിന്ന് രാജിവെക്കുക എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു അഭിപ്രായം വരികയും മെജോറിറ്റി ആയിട്ടുള്ള ആൾക്കാരെല്ലാവരും ഇതിനെ സപ്പോർട്ട് ചെയ്യുകയും നമ്മൾ രാജിവെച്ച് നമ്മൾ ജനറൽ ബോഡിനെ സംസാരിക്കാം, ജനറൽ ബോഡി സംസാരിച്ച് ജനറൽ ബോഡി തീരുമാനിക്കട്ടെ അല്ലാതെ നമ്മളിപ്പോൾ ഒരു പുതിയ ഒരാളെ എടുത്ത് നമ്മളിപ്പോൾ കമ്മിറ്റിയിലേക്ക് ഒരാളെയും കൂടെ നമ്മൾ വിനുമോഹൻ, എനിക്ക് ഒറ്റ കാര്യമാണ് മനസ്സിലാകുന്നത്, എനിക്ക് മാത്രമല്ല കണ്ടിരിക്കുന്ന പ്രേക്ഷകർക്കും. അതായത് സിദ്ദിഖിനെതിരെ പരാതി വരുന്നു, സിദ്ദിഖ് രാജിവെച്ച് ഒഴിയുന്നു. അദ്ദേഹം ഉടൻ തന്നെ, അധികം സമയമൊന്നും എടുത്തില്ല, നടിയുടെ പരാതി അല്ലെങ്കിൽ അവരുടെ ആരോപണം വരുന്നു. എനിക്ക് തോന്നുന്നു പരാതി ഫയൽ ചെയ്യുന്നതിന് മുൻപ് തന്നെയാണ് അദ്ദേഹത്തിന്റെ രാജി സംഭവിച്ചത്. സിദ്ദിഖ് അക്കാര്യത്തിൽ മാതൃകാപരമായ നടപടിയെടുത്തു. രഞ്ജിത്തിനെ പോലെ ഒളിച്ചിരിക്കുകയോ ഒന്നും ചെയ്തില്ല. പക്ഷേ ബാബുരാജിനെതിരെ അടുത്ത ആരോപണം വരുന്നു, ബാബുരാജിനെതിരെ കേസ് കൊടുക്കുമെന്ന് ജൂനിയർ ആർട്ടിസ്റ്റ് പറയുന്നു. അതിൽ പരാതിയിലേക്ക് എത്തുന്നു. അദ്ദേഹം അതിന്റെ വഴിയെ പോകട്ടെ. അപ്പോൾ കൂടുതൽ പേർക്കെതിരെ വരുമെന്ന ഭയം ഉണ്ടായതുകൊണ്ടാണോ എല്ലാവരും കൂടി അങ്ങ് രാജിവെക്കാമെന്ന് തീരുമാനിച്ചത്? 2 പേർക്കെതിരെയല്ലേ ആരോപണം വന്നുള്ളൂ കമ്മിറ്റിയിൽ? അല്ല, അങ്ങനൊരു ഭയത്തിൻ്റെ അല്ല. നമുക്ക് എല്ലാവർക്കും ഈ ഒരു കാര്യത്തിൽ ഒരു വിഷമമുണ്ട്, അതിൻ്റെ സത്യം അറിയണം എന്നുള്ള ആഗ്രഹവുമുണ്ട്. എല്ലാ സത്യവും കറക്റ്റായിട്ട് സത്യസന്ധമായിട്ട് തന്നെ അറിയണം എന്നുള്ള ആഗ്രഹമുണ്ട്. പിന്നെ ഒരു അഭിപ്രായം ഇപ്പം നമ്മളുടെ കമ്മിറ്റിയിൽ ഒരു കൃത്യമായ ഒരു അഭിപ്രായം വരികയും ഇങ്ങനൊരു തീരുമാനത്തിൽ നമുക്ക് എത്രയും പെട്ടെന്ന് ജനറൽ ബോഡി വിളിച്ച് ജനറൽ ബോഡിയിൽ ഇത് ചർച്ച ചെയ്യണം എന്ന് പറയുകയും ചെയ്യുമ്പോൾ അത് നമ്മളുടെ ആശങ്കകളും ആകുലതകളും നമ്മൾ സംസാരിക്കുകയും ഒരു ഓൺലൈൻ മീറ്റിങ്ങിൽ കൃത്യമായി എല്ലാവരുടെയും അഭിപ്രായം ഏകീകരിച്ചിട്ടാണ് ഇങ്ങനൊരു കാര്യം. അപ്പം ഒരു കൂടുതൽ ഒരു കമ്മിറ്റിയിൽ എന്താണ് നമ്മളൊരു സംഘടനയുടെ ഇൻറ്റേർണലി സംസാരിക്കുന്ന പല കാര്യങ്ങളും
കാര്യങ്ങളുണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ ജനറൽ ബോഡിയിലേക്ക് സംസാരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ടാവും. അതൊരു സംഘടനയ്ക്ക് അകത്തുള്ള കാര്യങ്ങളാണ്. ആ കാര്യങ്ങൾ നമ്മൾ കൃത്യമായി സംസാരിക്കുകയും ഇതേപോലെ തന്നെ ഒരു ഇപ്പം സംഘടനയുടെ നമ്മളൊരു മെജോറിറ്റി ആൾക്കാരിൽ അല്ലെങ്കിൽ നമുക്കൊരു കൂട്ടായ തീരുമാനം, എപ്പോഴും ഒരു 17 അംഗ ആൾക്കാരുണ്ടെങ്കിൽ അതിൽ പലർക്കും പല അഭിപ്രായങ്ങളുണ്ടാവും. അതിലേക്ക് നമ്മൾ കൃത്യമായിട്ട് അത് ഒരു അഭിപ്രായത്തിലേക്ക് വരികയാണ് ഒരു ചർച്ച എന്ന് പറയുക. അപ്പോൾ അതേ രീതിയിൽ ചർച്ച ചെയ്തിട്ടാണ് ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തിയതും. അപ്പം ഉണ്ടായ കൺസേൺസിന് ഒരു മറുപടി കൃത്യമായി വരികയും ചെയ്തുകൊണ്ടാണ് ഈ തരത്തിലൊരു തീരുമാനത്തെ നമ്മൾ ആ ഒരു തീരുമാനത്തിൻ്റെ കൂടെ നിന്നത്. അത് അടുത്ത ജനറൽ ബോഡിയിൽ അത് കൃത്യമായി സംസാരിക്കുകയും എന്തൊക്കെയാണ് നമ്മൾ സംസാരിച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം ആ ജനറൽ ബോഡിയിൽ കൃത്യമായിട്ട് സംസാരിക്കേണ്ട കാര്യമാണ്. അത് ഒരു ഓർഗനൈസേഷൻ അകത്തുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ എല്ലാവരും 17 പേരും രാജിവെച്ച് മാറുന്നത് മാറ്റമുണ്ടായെന്നൊന്നുമല്ലല്ലോ. ഇപ്പം നമ്മൾ അതിൽ നിന്ന് എന്നേ വരൂ. നിങ്ങൾ പക്ഷേ ആ സ്ഥാനത്ത് തന്നെ തുടർന്നുകൊണ്ട് ആ സംഘടന അതേ രീതിയിൽ തുടർന്നുകൊണ്ട് ഒരു തിരുത്തലിന് തുടക്കമിടണമായിരുന്നു. കുറ്റാരോപിതരെ സംരക്ഷിക്കില്ല എന്ന ഒരു നിലപാട് പ്രഖ്യാപിക്കാമായിരുന്നു പ്രസിഡന്റിന്. സംഘടന ഒരിക്കലും അല്ല ഒരു നിമിഷം. സംഘടന അങ്ങനെ തന്നെയാണ് നിലനിൽക്കുന്നത്. സംഘടനയുടെ പ്രവർത്തനങ്ങൾ കൃത്യമായി നടക്കുന്നുണ്ട്. നമ്മളെല്ലാവരും ആ ഒരു സംഘടനയുടെ ഭാഗമായിട്ട് അഡോർ കമ്മിറ്റിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അടുത്ത ജനറൽ ബോഡി വരെ കൃത്യമായി സംഘടനയുടെ എല്ലാ പ്രവർത്തനങ്ങളും ഏകോപിപ്പിച്ച് കൊണ്ടുപോകാൻ ഞങ്ങൾ എല്ലാവരും വർക്ക് ചെയ്യുന്നതാണ്. ആരും മാറി നിൽക്കുന്നില്ല. ഇപ്പം ഈ പറയുന്ന 4 ഞാനായാലും സരയു ആണെങ്കിലും അനന്യ ആണെങ്കിലും അല്ലെങ്കിൽ ടോബി ആണെങ്കിലും ജോയ് ചേട്ടനാണെങ്കിലും ഏതൊരാളും നമ്മുടെ കമ്മിറ്റിയിലുള്ള എല്ലാ മെമ്പേഴ്സും ലാലേട്ടൻ ഉൾപ്പെടെ നിർദ്ദേശം നമ്മുടെയൊക്കെ തരുന്നുണ്ട്. കൃത്യമായ കാര്യങ്ങളുണ്ട്. പിന്നെ ഇങ്ങനൊരു തീരുമാനത്തിലേക്ക് എത്താൻ പല കാരണങ്ങൾ നമ്മൾ ഇന്റേണലി കമ്മിറ്റിയിൽ സംസാരിക്കുന്നുണ്ട്. ആ സംസാരിച്ച കാര്യങ്ങളിൽ അത് ജനറൽ ബോഡിയിലും കൂടെ സംസാരിച്ച് അവരുടെ അഭിപ്രായമായിട്ട് ഒരു കാര്യം പറയാൻ പറ്റും. അല്ല, ജഗദീഷ് വേണ്ടെന്നല്ലേ? ജഗദീഷ് ചേട്ടൻ കൂട്ടരാജി വേണ്ടെന്നൊന്നല്ല പറഞ്ഞത്. ഇത് കൃത്യമായി സംസാരിച്ചിരുന്നതാണ് എല്ലാവരും ഒരുമിച്ച്. ഇപ്പം ജഗദീഷ് ചേട്ടനും ഒക്കെ നമ്മുടെ ആ ഒരു മീറ്റിങ്ങിലുണ്ടല്ലോ, ഇതിൽ മിനിറ്റ്സ് തയ്യാറാക്കുന്നുണ്ട്. നമ്മുടെ എക്സിക്യൂട്ടീവ് മീറ്റിങ്ങിൽ കൃത്യമായിട്ട് കൂടിയിട്ട് അതിൻ്റെ മിനിറ്റ്സും കാര്യങ്ങളും തയ്യാറാക്കുന്നുണ്ട്. അതിന് ഓൺലൈൻ മീറ്റിംഗ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ജഗദീഷ് ചേട്ടൻ ഉൾപ്പെടെ ലാലേട്ടനുൾപ്പെടെ നമ്മുടെ 1-2 പേര് യാത്രയിലും ഒരു റേഞ്ചിൻ്റെ പ്രോബ്ലം ഒക്കെ ഉള്ളതുകൊണ്ട് ഒന്ന് രണ്ട് പേർക്ക് വരാൻ സാധിച്ചില്ല. ബാക്കി എല്ലാവരും ആ മീറ്റിങ്ങിൽ പങ്കെടുത്തിട്ടുണ്ട്. അപ്പം അതിലങ്ങനെ ഒരു അഭിപ്രായങ്ങൾ വ്യത്യാസം, നമുക്ക് എല്ലാവർക്കും അഭിപ്രായങ്ങൾ ഒരു കമ്മിറ്റി ആകുമ്പോൾ അതിൽ അംഗങ്ങളാകുമ്പോൾ നമ്മളുടെ അഭിപ്രായങ്ങൾ നമ്മൾ പറയും, മറ്റാളുടെ ഈ അഭിപ്രായങ്ങളെല്ലാം വന്ന് സംസാരിച്ച് ചർച്ച ചെയ്ത് ഏക അഭിപ്രായത്തിലേക്ക് എത്തുമ്പോഴാണല്ലോ ഒരു തീരുമാനമെടുക്കുക. ആ തീരുമാനമെടുത്തു. ഇനിയിപ്പം സംഘടനാപരമായിട്ടുള്ള കാര്യങ്ങൾ പറയാൻ നമ്മൾ കൃത്യമായിട്ട് ഇപ്പം ജനറൽ ബോഡിയുടെ അഭിപ്രായം കൂടെ വരുമ്പോൾ ജനറൽ ബോഡിയിൽ നിന്നിട്ടാണ് നമുക്ക് സംഘടനാപരമായിട്ടുള്ള കാര്യങ്ങൾ ഇനി സംസാരിക്കുന്നത്.